പ്രിയപ്പെട്ടവരെ, ഐക്യജനാധിപത്യ മുന്നണി രൂപീകരിച്ച കാലഘട്ടം മുതലേ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പാർലമെൻറ്റിലേക്ക് മൂന്നാമതൊരു സീറ്റ് എന്നുള്ളത്. അത് എല്ലാ കാലഘട്ടത്തിലും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അതിൽ നിന്ന് മുസ്ലിം ലീഗിനെ പിന്മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അവസാനം 2019 അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. മുസ്ലിം ലീഗ് അന്ന് ചോദിച്ചത് വയനാട് സീറ്റായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി എത്തുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ അന്ന് മുസ്ലിം ലീഗിന് ആ മൂന്നാമതൊരു സീറ്റ് കിട്ടാതായി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ മൂന്നാമതൊരു സീറ്റ് കിട്ടണം എന്നുള്ള ഒരു ആവശ്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തകർ അസന്നിഗ്ധമായിട്ട് മുന്നോട്ട് പോവുകയും ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ശക്തമായിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്നുള്ള ആവശ്യകത മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ആദ്യം അനുകൂലമായിട്ട് പ്രതികരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ KPCC ഇപ്പോൾ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് വിജയിച്ച മുഴുവൻ MP മാരോടും വീണ്ടും പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ MP മാരായിട്ടുള്ള ഒരു സീറ്റ് പോലും വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഇനിയൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ലാത്ത രൂപത്തിലേക്ക് കോൺഗ്രസ് വാതിലുകൾ അടക്കുകയാണ്. KPCCയുടെ പ്രസിഡന്റ് ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോവുകയുമാണ്. പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുൻപായി ഇനി KPCCയുടെ ഒരു എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയകാര്യ സമിതിയോ അവിടെ കൂടിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് വിട്ടുതരാനുള്ള സാഹചര്യം വളരെ പ്രയാസമാണ്. അത്തരത്തിൽ യാതൊരു ചർച്ചയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KPCCയുടെ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാനായിട്ട് അവിടെ സാധിക്കുന്നത്. എല്ലാ പ്രാവശ്യത്തേതും പോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 2 സീറ്റിൽ തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ എത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ MP മാർ വിജയിച്ചിട്ടുള്ള ഒരൊറ്റ സീറ്റും അത് മുസ്ലിം ലീഗിന് വേണ്ടി വിട്ടുതരാൻ തയ്യാറല്ല എന്നുള്ള ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KPCCയുടെ തീരുമാനം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസിന് മുന്നിൽ ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി ഇപ്പോൾ MP ആയിട്ടുള്ള അത് വയനാട് സീറ്റാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ല. ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് വേണ്ടി ആ സീറ്റ് വിട്ടുതരണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് KPCCയോട് ആവശ്യപ്പെടുമ്പോൾ KPCC അറിയിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് വീണ്ടും അത് മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KPCCയുടെ മഹിളാ കോൺഗ്രസിൻ്റെ ഒക്കെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അഭിമാനമായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനെ സ്ഥാനാർത്ഥിയാക്കാനാണ് KPCC ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയും ഒക്കെയായിട്ട് മലബാറിൽ നിന്ന് ഷാനിമോളെ പാർലമെൻറ്റ് അംഗമാക്കുക എന്നുള്ള ഉദ്ദേശമാണ് KPCCക്ക് ഉള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ ഉറച്ച ഒരു സീറ്റ് ഷാനിമോൾക്ക് അർഹതപ്പെട്ടതാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വിട്ടുതരാൻ ഉദ്ദേശമില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അവിടെ KPCC അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് K മുരളീധരൻ MP ആയിട്ടുള്ള വടകര സീറ്റ് അദ്ദേഹം തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി വിട്ടുതരാൻ തയ്യാറാണെന്ന് KPCCയും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ അറിയിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കോഴിക്കോട് DCCയും അസന്നിഗ്ധമായിട്ട് ആ സീറ്റ് വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. K മുരളീധരനെ തന്നെ വീണ്ടും പാർലമെൻറ്റിലേക്ക് അയക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് കോഴിക്കോട് DCCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേ മുസ്ലിം ലീഗിന് വേണ്ടി K മുരളീധരൻ മുസ്ലിം ലീഗിന് വേണ്ടി ഈ സീറ്റ് ഞാൻ വിട്ടുതരാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് K സുധാകരൻ ഒഴിവാകുന്ന കണ്ണൂർ പാർലമെൻറ്റ് സീറ്റും KPCC പ്രസിഡന്റ് ഒഴിയുന്ന സീറ്റിലേക്ക് ഒരു കോൺഗ്രസ്സുകാരനെ തന്നെ മത്സരിപ്പിക്കുമെന്നാണ്
കണ്ണൂർ DCCയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലേറ്റവും സാധ്യത കാണുന്നത് AICCയുടെ വക്താവായിട്ടുള്ള ഡോക്ടർ ഷമാ മുഹമ്മദിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അവിടെ KPCCയുടെ പ്രസിഡൻറ്റിൻ്റെ പിൻഗാമിയായിട്ട് AICCയുടെ വക്താവ് ഡോക്ടർ ഷമാ മുഹമ്മദ് സ്ഥാനാർത്ഥിയാവാനാണ് അവിടെ സാധ്യത. അതുപോലെ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയിട്ടുള്ള കാസർഗോഡ് സീറ്റും. അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. അതുപോലെ തന്നെയാണ് MK രാഘവൻ MP ആയിട്ടുള്ള കോഴിക്കോട് സീറ്റും. അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ MK രാഘവനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് മലബാറിൽ നിന്ന് മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് കിട്ടാനുള്ള വളരെ പ്രയാസകരമാണ്. മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ ചർച്ചകളും അവസാനിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 2019 പോലെ തന്നെ 2 സീറ്റിൽ തന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മലപ്പുറവും അതുപോലെ തന്നെ പൊന്നാനിയും വേറെ ഒരു മൂന്നാമതൊരു സീറ്റ് കിട്ടാൻ പ്രയാസകരമാണ്.